നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരും എല്ലാം നേരത്തെ അറിഞ്ഞു, കണ്ടു, കേട്ടു. ഞങ്ങൾ മാത്രം വിഡ്ഢികൾ. അയ്യോ ഗോപാലൻ, അവളെ തല്ലല്ല അച്ഛാ. ഇവള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുമല്ലോ. എല്ലാരും അറിഞ്ഞോണ്ടായിരുന്നു എല്ലാം. കുറ്റം അവരുടെ ഭാഗത്തല്ല, നമ്മുടേതാ തനുജെ. അമ്മയുടെ കാര്യവും ഇവന്റെ ഇഷ്ടമൊക്കെ നോക്കി വേണ്ട പോലെ അന്വേഷിക്കുകയും കേൾക്കുകയും ചെയ്യാതെയല്ലേ പെണ്ണിനെടുക്കാൻ വന്നത്. ഗോപാലകൃഷ്ണൻ ഈയിടെയല്ലേ കുടുംബത്തിലേക്ക് വന്നു കയറിയത്. അയാളും ഒന്നും അറിഞ്ഞു കാണില്ല. പന്തികേടൊക്കെ ആദ്യമേ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു അരവിന്ദേട്ടാ. അച്ഛന് 2 ഭാര്യ. അതറിയാവുന്ന അമ്മ തന്നെ രണ്ടാമത് കയറി വന്ന അച്ഛനെ സ്വീകരിക്കുകയും ചെയ്തു. മൂത്ത മകള് താലി പൊട്ടിച്ച് കെട്ടിയോന്റെ കൈ കൊടുത്തു. പിന്നെ 2ാം കെട്ട്. പിന്നെ രണ്ടാമതൊരുത്തി ബലമായ ഒരുത്തനെ കൊണ്ട് താലി കെട്ടിച്ചു. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ നടപ്പുള്ള കാര്യമാണോ? ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ പെണ്ണുപിള്ളെ നിങ്ങളെ കുടുംബത്തിൽ പെണ്ണാലോചിച്ചോണ്ട് വന്നേ. പെണ്ണും പിള്ളേന്നോ? നിങ്ങളാരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വായിക്കൊള്ളാത്തതും കൊള്ളരുതാത്തതും വിളിച്ചു പറയുമ്പോഴേ അത് പലർക്കും കൊള്ളുമെന്ന് ഓർത്തോണം. നിങ്ങൾ പറഞ്ഞ താലി പൊട്ടിച്ച മൂത്ത മോളില്ലേ, അവളെ കെട്ടിയിരിക്കുന്നതേ എന്റെ മോനാ. അതുകൊണ്ടേ അവനൊരു കുറവുണ്ടായതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. ഞങ്ങളുടെ പെണ്ണിനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഏതോ ഒരു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഒന്നേ നിങ്ങൾക്ക് തന്നിട്ടില്ലാരും. ഗോപാലകൃഷ്ണനെ ശാരദാമ്മയൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാ. വന്ന കൊലത്തിൽ തിരിച്ചു പോയിന്ന് വരില്ല. വേണ്ട വിജയലക്ഷ്മി, എന്നെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്റെ മകളുടെ കല്യാണം നടത്തുക പ്രധാനം. അങ്ങനെ ഉള്ളിലിരിക്കുന്ന ഓരോന്നായിട്ട് പുറത്തോട്ട് വരട്ടെ ശാരദാമേ. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ആരുടെയെങ്കിലും തലയിലോട്ട് കെട്ടിയേൽപ്പിക്കണം. നോക്കുമ്പോ ചക്കരക്കുടമല്ലേ കോടികളുടെ ആസ്തിയുള്ള കായൽ റാണി ഗ്രൂപ്പിന്റെ അനന്തരാവകാശി. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല ശാരദാമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.